ഹായ് ഹലോ, നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഇടത്തരം കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. ആ കൊഞ്ച് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക. അതിൻ്റെ തല നിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ശരീരത്തെ പാള പോലത്തെ ഭാഗം നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ശേഷം തലയിൽ വരുന്ന കൊമ്പും പിന്നെ കാലും അത് നമ്മൾ പിച്ചാത്തി വെച്ച് വേണം റിമൂവ് ചെയ്യാൻ, കാരണം തല അടന്നു പോകാൻ സാധ്യതയുണ്ട്. കുട്ടികളിലും മുതിർന്നവരിലും വയറുവേദനയ്ക്ക് കാരണമായ ഒരുതരം ഞരമ്പ്, ഒരു കട്ട്, ആ കട്ട് നമ്മൾ റിമൂവ് ചെയ്യേണ്ടതാണ്. അതിനായിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ചെറിയ ഭാഗം ഉണ്ടാക്കി അതിൽ നിന്ന് ആ ഒരു ഞരമ്പ് വലിച്ചെടുക്കാവുന്നതാണ്. ശേഷം നല്ല വൃത്തിയായിട്ട് കഴുകുക. ചൂടാകുമ്പോൾ സാധാരണ കൊഞ്ചെല്ലാം ചുരുണ്ടു പോകാൻ സാധ്യതയുള്ളതിനാൽ നമുക്കിത് ഈർക്കിൽ അതിലേക്ക് കുത്തി ഇറക്കാം. അങ്ങനെ കുത്തി ഇറക്കിയ ഈർക്കിലിയിൽ കൊഞ്ച് നല്ലപോലെ വൃത്തിയാക്കുക. ഇതിലേക്ക് നമുക്ക് പ്രധാനമായിട്ട് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്. അതിനായിട്ട് നമ്മൾ സവോള കുനുകുനെ അരിയുക. വീണ്ടും സവോള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി. പിന്നെ മറ്റൊരു പ്രധാന ഘടകമാണ് മുളക് പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ഉപ്പ്. ഇത് നല്ലപോലെ മിക്സ് ആക്കുക. മിക്സായ ഈ മസാലക്കൂട്ട് നമുക്ക് ആ ഈർക്കിലിൽ കൊരുത്ത് വെച്ചിരിക്കുന്ന ആ കൊഞ്ചിലേക്ക് ആഡ് ചെയ്യാം. കൊഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മസാല പുരട്ടുക. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം ആ ഈർക്കിലിയിൽ കൊരുത്ത് വെച്ചിരിക്കുന്ന ആ കൊഞ്ച് നമുക്കതിലേക്ക് വയ്ക്കാം. കൊഞ്ച് മുങ്ങുന്ന രീതിയിൽ എണ്ണയുടെ ആവശ്യമില്ല, നമുക്ക് അത്രയ്ക്ക് ക്രിസ്പി ആകേണ്ട ആവശ്യമില്ല. വെന്ത് കിട്ടിയാൽ മതിയാവും. ഓരോ ഭാഗങ്ങൾ വേകുന്ന അനുസരിച്ച് തിരിച്ച് വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗവും വെന്തതിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് ഈ കൊഞ്ച് റിമൂവ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആ മസാലയിലേക്ക് തന്നെ വെളുത്തുള്ളി ആഡ് ചെയ്യുക. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇഞ്ചി ആഡ് ചെയ്യുക. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തതിന് ശേഷം മാത്രം പച്ചമുളക് ആഡ് ചെയ്യുക. ഇത് ഏകദേശം ഒരു 2 പച്ചമുളക് ഉണ്ട്. മസാലയ്ക്കകത്ത് നന്നായി മിക്സ് ആയതിന് ശേഷം മാത്രം ഇതിലേക്ക് സവോള ആഡ് ചെയ്യുക. സവോള നന്നായി മസാലയ്ക്കകത്തിൽ മിക്സ് ആക്കുക. നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് വേണം ഇനിയും നമ്മൾ ചേർക്കാൻ. തക്കാളി ആഡ് ചെയ്യുക. തക്കാളി ഒന്ന് വെന്തതിന് ശേഷം മാത്രം അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കുക. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ആഡ് ചെയ്യാം. ഓൾറെഡി നമ്മൾ ഗരം മസാല ആദ്യം ആഡ് ചെയ്യുന്നുണ്ട്, എന്നാലും കുറച്ചുകൂടെ ആഡ് ചെയ്യുക. ഗരം മസാലപ്പൊടിയുടെയും കുരുമുളകിൻ്റെയും മണം രുചിയും മുന്നിട്ട് നിന്നാൽ
കൊഞ്ച് റോസ്റ്റ് വളരെ രുചികരമായിരിക്കും. വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പാനിലേക്ക് വാഴയില ചൂടാക്കിയത് വയ്ക്കുക. ശേഷം ഈ ഒരു മിക്സ്ചർ അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യുക. നമ്മൾ ഈർക്കിലിയിൽ വറുത്തെടുത്ത ആ ഒരു കൊഞ്ച് ഈ ഒരു മിക്സിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. ശേഷം ആ കൊഞ്ചിൻ്റെ മുകളിലേക്ക് ആ മസാല ആഡ് ചെയ്യുക. കൊഞ്ച് മുങ്ങിയിരിക്കുന്ന രീതിയിൽ മുകളിലേക്ക് വയ്ക്കുക. ശേഷം ആ ഒരു വാഴയില മടക്കി അതിലേക്ക് 2 ഈർക്കിലി വെച്ച് ബന്ധിപ്പിക്കാം. നന്നായി ചൂടായി ആ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ, ആ വാഴയിലക്കകത്തിലുള്ള ആ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു പ്രത്യേക മണം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു വേവിലെത്തുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. കഴിച്ചു നോക്കുക, വളരെ രുചികരമായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.